വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ക്ഷീണം ഉണ്ടാകും എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ 40 ദിവസം ആഹാരം കഴിക്കാതെ വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം സാത്താന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്റെ വിശപ്പകറ്റുവാൻ അവിടെയുള്ള കല്ലുകളെ അപ്പമാക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ യേശു ദൈവത്തിന്റെ വചനമാണ് തിരഞ്ഞെടുത്തത്. അതാണ് നോമ്പിന്റെ സത്യമായ അർത്ഥവും. നമ്മുടെ കുടുംബജീവിതത്തിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. കോപം, അതുപോലെ തന്നെ പങ്കാളിയോടും കുട്ടികളോടുമുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, താഴുവാനും വിട്ടുകൊടുക്കുവാനുമുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, സ്വന്തം കാര്യം ചിന്താവ എന്ന ആ നിലപാട്, അതിലുപരി പ്രാർത്ഥനയോടുള്ള ആ വിമുഖത, താല്പര്യക്കുറവ്, ഇവയെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിലും ഒരു പരീക്ഷണമായിട്ട് പലപ്പോഴായിട്ട് കടന്നു വരാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം മീനും ഇറച്ചിയും ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ക്ലാസിക്കൽ രീതി മാറിയിട്ട് മറിച്ച് ഇതൊരു ആത്മീയ ശുചീകരണത്തിന്റെ, അല്ലെങ്കിൽ ലെറ്റ് ഈസ് എ സീസൺ ഓഫ് സ്പിരിച്വൽ ക്ലെൻസിങ്, സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ എന്ന മാറ്റത്തിലേക്ക് കൊണ്ടുവരാം. അതിനാൽ ഈ നോമ്പുകാലത്ത് ചില നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ഉള്ള ഒരു പ്രവർത്തനം തുടങ്ങിവെക്കാം. അങ്ങനെ നമ്മുടെ മക്കൾക്കും നമ്മുടെ സമൂഹത്തിനും നല്ല ഒരു മാതൃകയായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കാം. അങ്ങനെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൂടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.